5 അൽ മുഹാഫളതു അലാ മാലിഹിമാ, മാതാപിതാക്കളുടെ സമ്പത്ത് നമ്മൾ സംരക്ഷിക്കണം. ഉപ്പാനോട് ഏതെങ്കിലും തരത്തിൽ കളവ് പറഞ്ഞിട്ട് ഫീസ് അടക്കണമെന്നോ മറ്റോ പറഞ്ഞ് കളവ് പറഞ്ഞ് ഉപ്പാന്റെ അടുത്ത് നിന്ന് പണം വസൂലാക്കിയാൽ അത് വലിയ അദബുകേടായി മാറും. ബാക്കിയുള്ള ആളുടെ വിഷയത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഹറാമാണെങ്കിൽ അത് മാതാപിതാക്കളുടെ വിഷയത്തിലാകുമ്പോൾ വൻകുറ്റമായി മാറുമെന്നാണ് ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത്. ഒരാളുടെ വിഷയത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഹറാമാണെന്ന് കരുതുക, അത് ഉപ്പാന്റെ ഉമ്മാന്റെ വിഷയത്തിലാകുമ്പോൾ അത് വൻദോഷമായി മാറും. വെറും ഹറാമല്ല, വൻദോഷമായി മാറും. ബുൽഖീനി ഇമാമിനെ ഉദ്ധരിച്ച് ഇബ്നു ഹജർ റഹിമഹുല്ല സവാജിറിൽ കൊണ്ടുവരുന്നുണ്ട് ആ ആശയം. അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. ഉദാഹരണം പറയാം, ഒരാൾ കളവ് പറയുക എന്നുള്ളത് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയൽ വൻദോഷമാണ്. അത് വെറും ഹറാമല്ല, വൻദോഷം. കണ്ടോ? അതുപോലെ മാതാപിതാക്കളുടെ സമ്പത്തിൽ നമുക്ക് നല്ല സൂക്ഷ്മത ഉണ്ടാവണം. ചെറിയ പ്രായം മുതലേ ആ സൂക്ഷ്മത നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവരെ പറഞ്ഞു പറ്റിച്ചിട്ട് പ്രായമുള്ള കാലത്ത് ഉപ്പാനെ പറഞ്ഞു പറ്റിച്ച് അനന്തര സ്വത്തൊക്കെ പല വഴിയിലേക്ക് തിരിച്ചുവിടുന്ന ആൺപിള്ളേരുണ്ട്. മോനെ, നിന്റെ മകൻ ബുദ്ധിമാന്യമുള്ളവരായിട്ടോ അംഗവൈകല്യമുള്ളവരായിട്ടോ ഭാവിയിൽ നിനക്ക് കാണാം. പല കുടുംബങ്ങളിലും ഈ ബുദ്ധിമാന്യം സംഭവിക്കുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ അനന്തര സ്വത്ത് വേണ്ട വിധത്തിൽ വിതരണം നടന്നിട്ടുണ്ടാവില്ല. അനർഹമായ സ്വത്ത് നമ്മൾ വസൂലാക്കിയാൽ പിന്നെ നമ്മൾ വളർത്തുന്ന മക്കൾ സ്വാലിഹീങ്ങളാവില്ല എന്നാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ഒരാള് കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യക്ക് കൊടുക്കുന്ന മഹറും പിന്നീട് ഭാര്യക്ക് കൊടുക്കുന്ന ചെലവിന്റെ പണവും പൂർണ്ണമായ ഹലാലായാൽ അവർക്ക് ജനിക്കുന്ന അവര് വളർത്തുന്ന മക്കൾ സ്വാലിഹീങ്ങളാകുമെന്ന് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം നജ്മുദ്ദീൻ അൽ ഗസ്സി റഹ്മഹുല്ലാഹ് എഴുതി വെക്കുന്നുണ്ട്. കേട്ടിട്ടില്ലേ? ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഉസ്താദ്, ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഉസ്താദും വാപ്പയൊക്കെ ആയ ആളാരാ? ഇസ്മായിൽ എന്നവരാണ് റളിയല്ലാഹു അൻഹു. വലിയ ഹദീസ് പണ്ഡിതനാണ്. ആ ഇസ്മായിൽ എന്ന വാപ്പാന്റെ മോന മുഹമ്മദ് എന്ന ഇമാം ബുഖാരി തങ്ങൾ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഇസ്മായിൽ എന്ന വാപ്പ വഫാത്താകുമ്പോൾ എന്താ പറയുന്നത്? സിയർ വഅലാമിൻ നുബലായിൽ വായിക്കാം. ആ വാപ്പ പറയുന്നുണ്ട്, എന്റെ മകന് ഞാൻ അനന്തരമായിട്ട് വെച്ചുള്ള സ്വത്തിൽ ഒരു ദിർഹമോ ഒരര ദിർഹമോ ഹറാമ് പോയിട്ട് ശുബ്ഹത്ത് പോലും ഇല്ല. ആ ഹലാലായ പണം കൊണ്ട് യാത്ര ചെയ്ത് ഹദീസുകൾ കണ്ടെത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ്. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്ന ക്രെഡിറ്റ് നേടിയ ബുഖാരിയുടെ ഗ്രന്ഥകർത്താവ് സയ്യിദുന ഇമാമുനൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഉപ്പാന്റെ ആ ബർക്കത്ത, സ്വത്തിലെ സൂക്ഷ്മതയാണ് ഈ മകന് കിട്ടിയിട്ടുള്ളത്. വാപ്പാന്റെ സ്വത്ത് പറ്റിക്കരുത്. വാപ്പാക്ക് തീരെ കഴിവില്ല, എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിടിപ്പിക്കുക. മൂമിനെ, നീ അത് ചെയ്യാൻ പാടില്ല. ഹറാമായ പണം കൊണ്ട് നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. ഈ ബർക്കത്തുണ്ടാവില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? പണം കൊണ്ട് ബർക്കത്തുണ്ടാവില്ല എന്നതിനെ വിശദീകരിക്കുന്ന ഒരു കിതാബിനുണ്ട് യൂസുഫ് നബ്ഹാനി തങ്ങൾക്ക്, ദലീലു തുജാർ. മുഴുവൻ ബിസിനസ്സുകാരും ഏതെങ്കിലും ഒരു സോൺ പ്രസിഡന്റായ ഉസ്താദിനെ കൊണ്ടോ ഗാർഡനിലെ ഒരു മുദരിസായ ഉസ്താദിനെ കൊണ്ടോ അത് നിർബന്ധമായും ഓതി പഠിച്ചാൽ 2 ആഴ്ച കൊണ്ട് അത് പൂർത്തിയാവും ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ ബിസിനസ്സിലൊക്കെ ഭയങ്കര ബർക്കത്തായിരിക്കും. കിതാബിന്റെ പേര് ഞാൻ ഒന്നുകൂടി പറയാം, യൂസുഫ് നബ്ഹാനി തങ്ങളുടെ ദലീലു തുജാർ. ബിസിനസ്സുകാർ ഓതി പഠിക്കേണ്ട കിതാബാണ്. എന്താണ് ആ കിതാബിന്റെ പ്രമേയം? എങ്ങനെയാണ് ഹലാലായ രീതിയിൽ കച്ചവടം നടത്തേണ്ടത്? വിഷയത്തിൽ അനവധി കിതാബുകൾ ഉണ്ടെങ്കിലും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ഒരുപാട് കിതാബുകൾ ഒന്നിച്ചു നോക്കിയാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആ ചെറിയ കിതാബിൽ നിന്ന് നമുക്ക് ലഭിക്കും. അല്ലാഹു ഈ നബ്ഹാനി ഇമാമിന് റഹ്മത്ത് ചെയ്യട്ടെ, അവിടുത്തെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ആ കിതാബിൽ കാണാം, പണം കൊണ്ട് ഒരാൾ ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
അതിന്റെ അർത്ഥം ആ പണം കൊണ്ട് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ അയാൾക്ക് പറ്റില്ല. അതാണ് അതിന്റെ അർത്ഥം. ഒരർത്ഥം ആഖിറത്തിൽ ഉപകാരമുള്ള ഒരു കാര്യവും ചെയ്യാൻ അയാൾക്ക് കഴിയൂല ആ പണം കൊണ്ട്. 5 പൈസ നമ്മൾ വാപ്പാനെ ഉമ്മാനെ പറ്റിച്ചിട്ട് കയ്യിലാക്കിയാൽ അത് വലിയ പ്രശ്നമായിരിക്കും. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഷോപ്പിൽ അയക്കുന്ന സമയത്ത് തന്നെ 100 രൂപ കൊടുത്ത് തക്കാളിയും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങാൻ അയച്ചാൽ അതിന്റെ ബാക്കി കറക്റ്റ് നിങ്ങൾ വാങ്ങണം, കുട്ടികൾ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. ബാക്കിയുള്ള ആളെ പറ്റിക്കണമല്ല ഉമ്മാനും ഉപ്പാനും പറ്റിക്കണത്. ഉമ്മാന്റെ ഫോൺ എടുത്തിട്ട് അന്യ പെണ്ണിനോട് അന്യ ചെക്കനോട് ചാറ്റ് ചെയ്യുന്ന ഒരു +2 കാരൻ SLC കാരൻ എന്നിട്ട് ഉമ്മാനെ പറ്റിക്കാൻ നമ്പറോ പേരോ സേവ് മാറ്റി ചെയ്യാം. മോനെ നിന്നെ അള്ള വെറുതെ വിടും. വേറെ ആരെങ്കിലും പറ്റിക്കണമല്ലേ ഉമ്മാനെ പറ്റിക്കണല്? വേറൊരാളോട് ചെയ്യുന്ന ഒരു കാര്യം ഹറാമാണെങ്കിൽ ഉമ്മാനോട് ചെയ്യുന്നത് അത് വൻദോഷാവുന്നല്ലേ ഇമാമിങ്ങൾ പറഞ്ഞത്? മോനെ നീ ശ്രദ്ധിക്കണം.